ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. ഇന്ന് ഞാനൊരു റിവ്യൂ ആയിട്ട് വന്നിരിക്കണം. ഒരു സിനിമയെ പറ്റിയല്ല, ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസാണ് കുരുക്ഷേത്ര എന്നൊരു സീരീസ്. സീരീസ് ഒരു 18 എപ്പിസോഡ് മൊത്തത്തിലുണ്ട്. ഏകദേശം ഒരു 25 മിനിറ്റ്സ് എല്ലാം ഈച്ച് വരും. ചില അതിലും കുറവാണ്, എങ്കിലും മൊത്തത്തിൽ 25 മിനിറ്റ്സ് എല്ലാം. അങ്ങനെയാണ് ഒരു 7 മണിക്കൂറിനടുത്ത് ഈ സീരീസ് ഉണ്ട്. 18 എപ്പിസോഡ് പാർട്ട് 1 ആയിട്ടാണ് നെറ്റ്ഫ്ലിക്സിൽ കിടക്കുന്നത്. പാർട്ട് 1 ഒരു ഡേറ്റിൽ ഇറങ്ങി, എനിക്ക് തോന്നുന്നു ഒക്ടോബർ 10 പിന്നെ ഒക്ടോബർ 24 ഇറങ്ങിയത്. 2 പാർട്ടായിട്ട് 9 എപ്പിസോഡ് വെച്ചിട്ടുള്ള. ഇപ്പം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ പോയി കാണുകയും ചെയ്യാം, അവൈലബിൾ ആണ്. അപ്പം ഞാൻ എൻ്റെ സീരീസിൻ്റെ അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ നല്ല കിടിലം സീരീസാണ്, ഒരു ആനിമേറ്റഡ് സീരീസാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ആനിമേറ്റഡ് സീരീസാണ്. ഞാൻ കാർട്ടൂൺസ് കണ്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു ആനിമേറ്റഡ് സീരീസ് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കമ്പാരിസൺ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ആനിമേഷൻ മറ്റ് ഇതിനെക്കാളും വലുതാണ് നല്ലതാണോ എന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. എൻ്റെ ഫസ്റ്റ് ഇത് തന്നെ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ സിനിമ ട്രിപ്പിംഗ് പോയിന്റ് ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി. പിന്നെ ആനിമേഷൻ ചെയ്തിരിക്കുന്ന ഹൈടെക് ആനിമേഷനാണ്. ആനിമേഷൻ അത്യാവശ്യം കൊള്ളായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ മ്യൂസിക്, പിന്നെ നമ്മുടെ കുരുക്ഷേത്ര പറ്റിയാണ്. 18 ദിവസം നടന്ന കുരുക്ഷേത്ര, ആ ഒരു 18 ദിവസത്തെ പറ്റിയാണ് സിനിമ പറയുന്നത്. 18 യോദ്ധാക്കളും അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇതിൽ വരുന്നത്. പിന്നെ എടുത്തോണ്ട് മ്യൂസിക് ആയാലും ആനിമേഷനൊക്കെ എല്ലാവരും നല്ല കിടിലം തന്നെ ആയിട്ടുണ്ട്. നിങ്ങളുടെ എന്തായാലും കാണാൻ ആഗ്രഹിക്കുന്ന എന്തായാലും പോയി കാണാം. കാരണം കുരുക്ഷേത്ര പറ്റി എനിക്ക് കൂടുതൽ അറിയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സീരീസ് എനിക്ക് കൂടുതൽ ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. പിന്നെ ഓരോ കൃഷ്ണനെ പറ്റിയും പിന്നെ കർണനെ പറ്റിയും അങ്ങനെയൊക്കെ ഓരോ കഥാപാത്രനെ പറ്റിയാണ് 18 എപ്പിസോഡ്. നല്ല കിടിലായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് എപ്പിസോഡ് ജസ്റ്റ് ഞാൻ കണ്ടു. ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഇൻവോൾവ് ആയത്, പിന്നെ ഏറ്റവും അവസാനം നിർത്തിയത് 18. നമുക്ക് ഒറ്റയടിക്ക് കണ്ടു തീർക്കാൻ പറ്റും. ഞാൻ ഒരു വൈകുന്നേരം ആയിട്ട് കാണാമായിരുന്നു, അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് മൊത്തം കാണാൻ പറ്റിയില്ല. ഞാനൊരു 3 ദിവസമായിട്ടാണ് എനിക്ക് കണ്ടു തീർക്കാൻ പറ്റിയത്. നമുക്ക് ഒരു രാവിലെ കിട്ടുകയാണെങ്കിൽ ഒറ്റയടി, കാരണം അത്രയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതാണ്, ഒട്ടും തന്നെ മിസ്സാക്കരുത്. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ സീസൺ 2 ഇറങ്ങുമോ എന്ന് എനിക്ക് അറിയില്ല. ഇതിപ്പോൾ സീസൺ 1 ആണ്. എന്തായാലും സീസൺ 2ക്ക് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. കാരണം അത്യാവശ്യം നല്ല കിടിലം തന്നെയാണ്. ഇവരുടെ ഒരു 3 years ആയിട്ട്, ഒരു 3 വർഷമൊക്കെ എടുത്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ആനിമേഷൻ എന്തെങ്കിലും അവരുടെ ഹാർഡ് വർക്ക് നൈസായിട്ടുണ്ട്. നമുക്ക് ആ ഒരു കുരുക്ഷേത്ര യുദ്ധമൊക്കെ നിങ്ങളൊരു ആനിമേറ്റഡ് സീരീസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിക്കളയരുത്. കാരണം അത്യാവശ്യം തന്നെ കിടിലം തന്നെ. നമുക്ക് ഒരു സിനിമ കാണുമ്പോൾ അതേ ഫീല് തന്നെ, ആ ഗൂസ് ബംസ്. പിന്നെ മലയാളം ഡബ്, എടുത്തു പറയേണ്ട മലയാളം ഡബ് എല്ലാ ഭാഷയിലും ഉണ്ട്. മലയാളം ഡബ് എസ്പെഷ്യലി നൈസാണ്. എല്ലാം കൃഷ്ണന്റെ ഉൾപ്പെടെ ഡബിങ് ആയ പോലും നൈസാണ്. നമ്മുടെ കൽക്കി സിനിമ കണ്ടവർക്ക് അറിയാം, നമ്മുടെ മഹാഭാരതത്തിലെ ഒരു ചെറിയ സീക്വൻസ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിലെ ഒരു ഭാഗം തന്നെയാണ്. ആ സീക്വൻസും ഉണ്ട് ഇതില്. പിന്നെ എടുത്തു പറയേണ്ട മലയാളം ഡബ് തന്നെയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു മെയിൻലി. അപ്പൊ നിങ്ങളെന്തായാലും സീരീസ് മിസ്സാക്കാണ്ടിരിക്കുക. ഇത്തിരി ലെങ്തി ആണെങ്കിൽ പോലും, ഒരു 7 hours ഉണ്ടെങ്കിൽ പോലും, എനിക്ക് തോന്നുന്നു മിക്ക സീരീസ് ആയ പോലും ഇത്ര അവേഴ്സ് ഉണ്ട്. എങ്കിലും ആ ഒരു 7 മണിക്കൂറിന് അടുത്തുള്ളതാണ്. 7 മണിക്കൂർ ഉണ്ടാവും. 7 അല്ലെങ്കിൽ 6 മണിക്കൂർ എന്തായാലും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തില്ല. ആ അത്ര മണിക്കൂർ നമുക്ക് ഒരു ബോറടി ഇല്ലാണ്ട് കാണാം. ഒരു എപ്പിസോഡ് കഴിഞ്ഞ് നമ്മുടെ എന്തായാലും അപ്പുറത്തെ എപ്പിസോഡ് എന്തായാലും നെക്കി പോകും. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ സീരീസ് പോയി കാണാം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസ് ഒക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണാം.